ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ നാട്ടിലെ റോഡുകൾക്ക് പോകാൻ പറ്റിയ പോലത്തെ ഒരു അടിപൊളി വണ്ടിയാണ്. ഇത് 390S വേരിയൻ്റ് ആണ്, ടോപ്പ് മോഡൽ. അപ്പോൾ ഇതിൻ്റെ റെഫറൻസിന് വേണ്ടി ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീലൊക്കെ വരുന്നുണ്ട്, സ്പോക്ക് വീൽസ് ആണ് വരുന്നത്, പക്ഷേ ട്യൂബ്ലെസ് ആണ്. എക്സിൽ വരുമ്പോൾ അത് അലോയ് വീലാണ് വരുന്നത്. പിന്നെ എല്ലാവരുടെയും കണ്ടുപോയി ഇതിൻ്റെ എക്സോസ്റ്റുമൊക്കെയാണ്. ഇതിന് അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഒരു ഓഫ് റോഡ് ബൈക്കിന് അണ്ടർബെല്ലി എക്സോസ്റ്റ് വരുന്നതെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ വെള്ളം കയറൊന്നുമില്ല. അവരുടെ ഒരു വീഡിയോ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടയറിന് മേലെ കൂടെയുള്ള ലെവലിൽ വെള്ളത്തിൽ കൂടെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അപ്പോൾ അതിനുള്ളിലേക്ക് വെള്ളം കയറില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കാരണം അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ പോണത് ഒരു ഓഫ് റോഡ് വഴി എന്ന് വേണമെങ്കിൽ പറയാം. 10 റോഡൊക്കെ ഉള്ളൂ, ഫുൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഇതിൽ കൂടെ പോകണം. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഐഡിയൊന്നും കിട്ടണമെന്നില്ല. ബട്ട് ഹിമാലയൻ്റെ അത്ര ഒരു ഫ്രഷ് ഫീലില്ല. ഹിമാലയന് കുറച്ചും കൂടി സോഫ്റ്റ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ രണ്ടെണ്ണം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ആ ഹിമാലയൻ്റെ ഫ്രഷ് ഫീലെങ്കിലും ഓക്കെയാണ് വണ്ടി ഓഫ് റോഡ് പോകാൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹിമാലയൻ ഒരു പവർ ഇതിനും കുറവാണല്ലോ, അതിൻ്റെ വ്യത്യാസം. ഇത് കുറച്ച് ഹൈവേക്കും സ്പീഡിൽ പരക്കാനായിട്ട് കുറച്ചും കൂടി ഹിമാലയനിൽ കുറച്ച് സ്റ്റിഫ് സസ്പെൻഷനാണുള്ളത്. അതിൻ്റെയാണ് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യണം. പിന്നെ ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ KTM ഇലക്ട്രോണിക്സ് കുറച്ച് കൂടുതലാണ്. പിന്നെ വെയിറ്റ് കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഈസി മാനുവറബിൾ ആയിരിക്കും. സല്ലാട്ടിൻ്റെ ഇടയിൽ കൂടെ എടുക്കാനൊക്കെ കുറച്ച് സുഖം ഉണ്ടാവും. മറ്റേത് കുറച്ച് ബൾക്കി വെയിറ്റ് കൂടുതലുള്ളതാണല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ ഒരു കയറ്റത്തിലാണ് വന്നിരിക്കുന്നത്. ഹൈറ്റ് കൂടുതലാണ് എന്നെ അപേക്ഷിച്ച് കുറച്ചിട്ടുണ്ട്, എന്നാലും എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് കയറ്റത്തിലൊക്കെ. അതുകൊണ്ട് അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഹിമാലയനിൽ വലിയ ഫ്യൂവൽ ടാങ്ക് വരുന്നുണ്ട്, അത് ഹിമാലയനിൽ പ്ലസ് പോയിൻ്റാണ്. അതൊരു 17 ലിറ്ററോളം കപ്പാസിറ്റിയുള്ള ഫ്യൂവൽ ടാങ്കാണ് ഹിമാലയനിൽ വരുന്നത്. ബട്ട് KTMൽ 14 ലിറ്ററേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ഈ രണ്ടും വ്യത്യാസം എല്ലാവരും പറയാൻ കണക്കിനുള്ളത് ഹിമാലയൻ്റെ ആ സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ്. അത് കുറച്ച് ഫ്ലഷി നല്ല കംഫർട്ടുള്ളതാണ് KTM അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് എല്ലാവരും ഹിമാലയനെ കൂടുതൽ പറയുമ്പോൾ ആ സസ്പെൻഷൻ്റെ കാര്യം എടുത്ത് പറയുന്നത്. 390 അഡ്വഞ്ചറിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഡക്കർ റാലി ഇൻസ്പയർഡ് ഡിസൈനാണ് അവർക്ക് വരുന്നത്. 390 അഡ്വഞ്ചർ ഇപ്പോൾ 2 വേരിയൻ്റ് ഉള്ളൂ, 3 വേരിയൻ്റ് ഉണ്ടായിരുന്നു. 390X+ ആണ്. ഒരു 390X ഉണ്ടായിരുന്നു, അതവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 390S ആണ് ടോപ്പ് മോഡലുള്ളത്. ഫ്രണ്ട് ഡിസൈൻ ഇങ്ങനെ വരുന്നത് ഒരു DRLും ഡ്യുവൽ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. നല്ല ത്രോയുള്ള പ്രൊജക്ടറാണ് രണ്ടെണ്ണം വരുന്നത്. നല്ല ലൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ട്രിപ്പ് പോകുന്ന ആൾക്കാരൊക്കെ വെച്ചാൽ ലോങ് പോകുമ്പോൾ ഒരു ഓക്സിഡേറ്റ് ആയിട്ട് ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഒരു സ്ക്വയർ അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നത്, നോർമൽ 390 പോലത്തെ അല്ലാണ്ട്. അതെനിക്ക് ഇഷ്ടമായി. സാധാ ആൾക്കാർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് സെയിം വണ്ടി ബ്രാൻഡൊക്കെ എല്ലാ വണ്ടികൾക്കും ഓരോ മോഡൽ ഇൻഡിക്കേറ്ററാണ് കൊടുക്കുക. 390 മെയിൻ കോമ്പറ്റീഷൻ ഹിമാലയ ആണല്ലോ. അപ്പോൾ ഹിമാലയനെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലീക്ക് ഡിസൈനാണ്. ഹിമാലയൻ കുറച്ച് ബൾക്കി, ഒരു വലിയൊരു വണ്ടിയെ പോലെ തോന്നിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഇത് കുറച്ച് സ്ലീക്ക് ഡിസൈനായിട്ട് കുറച്ചുകൂടി വെയിറ്റും കുറവാണ്. ബാക്കി എന്നുള്ള ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് വലിയ ടയറൊക്കെ ഉണ്ട്, നല്ല ലുക്കുണ്ട് വണ്ടി കാണാൻ. എഞ്ചിൻ സൈഡ് പറയുകയാണെങ്കിൽ ഒരു 399cc എഞ്ചിനാണ്. നമ്മുടെ സെയിം ഡ്യൂക്കിൽ വരുന്ന എഞ്ചിനാണ് വരുന്നത്. ഏകദേശം സെയിം പവർ ഫിഗേഴ്സ് ആണ് വരുന്നത്. ഒരു 6500 RPMൽ 39 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാനും പറ്റും. അതുപോലെ തന്നെ 8500 RPMൽ 46 PS പവറും ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ 390 ടോപ്പ് വേരിയൻ്റായിട്ടുള്ള S മോഡലും ഈ X+ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. ഈ സസ്പെൻഷൻ ഫ്രണ്ട് ഇതിന് അഡ്ജസ്റ്റബിൾ അല്ല. ടോപ്പ് വേരിയന്റിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വരുന്നത്. ബട്ട് X+ത്തെ ബാക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ പാനൽ മാറ്റിയിട്ട് വേണം നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ടോപ്പ് വേരിയന്റിന്റെ സസ്പെൻഷന്റെ അഡ്ജസ്റ്റബിൾ നോബ്സ് വരുന്നത്. ഈ രണ്ടെണ്ണത്തും സസ്പെൻഷൻ നോബ്സും നമുക്ക് 30 ക്ലിക്ക് ഫ്രണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് കാണിച്ച ഒരു 20 ക്ലിക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സെറ്റിങ്സ് ആക്കി നമുക്കത് വെക്കാം, നമ്മുടെ റൈഡിങ് കംഫർട്ട് അനുസരിച്ച്. X+ൽ ഇങ്ങനത്തെ ലോയ് വീലാണ് വരിക. ടോപ്പ് വേരിയൻ്റ് ആകുമ്പോൾ അത് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. വീൽ സൈസ് എന്ന് പറയുന്നത് ഒരു 19 ഇഞ്ചിൻ്റെ ഫ്രണ്ട് വീലും 17 ഇഞ്ചിൻ്റെ ബാക്ക് വീലും വരാം. ബട്ട് ഇത് X+ലാണ് 19 ഇഞ്ച് വരുന്നത്. ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള S ആകുമ്പോൾ അതൊരു 21 ഇഞ്ച് വരും. അതിനൊപ്പം സീറ്റ് ഹൈറ്റും കൂടും, ഗ്രൗണ്ട് ക്ലിയറൻസും കൂടും. X+ന് 228 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരാം. അത് ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ളതാകുമ്പോൾ അത് 237 mm ആവും. എൻ്റെ ഈ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 825 mm ആണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് കാല് കുത്തുമ്പോൾ ഇത്രയ്ക്കാണ് കുത്താൻ പറഞ്ഞത്. ഞാനൊരു 175 cm ഹൈറ്റുള്ള ഒരാളാണ്. അപ്പോൾ ടോലാണ് നിൽക്കണേ, എന്നാലും നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാനുള്ള ഒരു ഇതുണ്ട്. അതൊരു
എസ് വേരിയൻ്റ് ആകുമ്പോൾ അതൊരു 830 ആണ് സീറ്റ് ഹൈറ്റ് കൂടുതൽ വരുന്നത്. ഇതൊരു 825 വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഹൈറ്റ് നോക്കിയിട്ട് എടുക്കുക, ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട്. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 14.5 liters ആണ് വരുന്നത്. നോർമൽ നമ്മുടെ 390 സെയിം TFT ഡിസ്പ്ലേ ആണ് വരുന്നത്, 5 inch. അഡ്വഞ്ചറിനായിട്ട് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആനിമേഷൻസ് മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ. കൺട്രോൾസ് നോക്കാന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ TFT സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് ഇത്. ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചാണ്. X+ ക്രൂസ് കൺട്രോൾ ഉണ്ട്, ക്രൂസ് കൺട്രോൾ. പക്ഷേ Xലില്ല, അതാണ് ഡിസ്കണ്ടിന്യൂ ചെയ്ത. അതിലില്ല, ഇതിലുണ്ട്. ഇത് ക്രൂസ് കൺട്രോളിൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് കൂട്ടാൻ കുറയ്ക്കാൻ പറ്റിയുണ്ട്. ഹോൺ ഇൻഡിക്കേറ്റർ ഇതൊരു കസ്റ്റം സ്വിച്ചാണ്, അത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അസൈൻ ചെയ്യാം. റൈറ്റ് സൈഡിലാണെന്ന് വെച്ചാൽ നോർമൽ എൻജിൻ കിൽ സ്വിച്ചും അതിൻ്റെ ഒപ്പം തന്നെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളതും. ഇനി നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് പോകാന്ന് വെച്ചാൽ ഫസ്റ്റ് റൈഡ് മോഡ്സ് ആണ് ഉള്ളത്. റൈഡ് മോഡ്സിൽ സ്ട്രീറ്റ് വരുന്നുണ്ട്, ഓഫ് റോഡ് വരുന്നുണ്ട്, റെയിൻ വരുന്നുണ്ട്. 3 മോഡ്സ് മൊത്തം വരും. ഇതിൽ ABS മോഡ് മാറ്റിയിടാനുള്ളതുണ്ട്. ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. അതുപോലെ ട്രാക്ഷൻ കൺട്രോളിനാണ് വരുന്നത്. ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പിന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് മോഡ് മാറ്റം വരുത്താൻ പറ്റും. ഡിസ്പ്ലേ നമുക്ക് ഇപ്പോൾ നോർമൽ ഡിസ്പ്ലേ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. വേണമെങ്കിൽ റെഡ്യൂസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ച് മിനിമൽ സാധനങ്ങൾ മാത്രം കാണുന്ന പോലെ വയ്ക്കാം. ഇത് റെഡ്യൂസ്ഡ് വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക, ഗിയർ ഇൻഡിക്കേറ്ററും സ്പീഡും. ഇതാണ് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ വരുന്നത്. അടുത്ത നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ മോഡ് മാറ്റിയിടാൻ പറ്റും. ഓണാക്കാം. സ്പീഡ് കൺട്രോൾ, ക്രൂസ് കൺട്രോൾ 2 ഉണ്ട്. പിന്നെ അതിൻ്റെ സെറ്റിങ്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫേവറേറ്റ്സും ക്വിക്ക് സെലക്ടറും ഈ കസ്റ്റം സ്വിച്ച് ഇതാണ് വരുന്നത്. അത് നമുക്ക് അപ്ലൈ ചെയ്ത ഫംഗ്ഷൻ ഇപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ കൊടുക്കാം. റൈഡ് മോഡ് സെലക്ട് ചെയ്യാനുള്ളത് മാറ്റാനുള്ളത് കൊടുക്കാം, ABS മോഡ് മാറ്റാനുള്ളത് കൊടുക്കാം, ട്രിപ്പ് ഇൻഫോ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ അതിന് കൊടുക്കാം, ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്യാനും അതിൻ്റെ ഓപ്ഷൻസ് എടുക്കാനായിട്ടുള്ളത് കൊടുക്കാം. പിന്നെ ബൈക്ക് ഇൻഫോയ്ക്ക് ആണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഇതിലൊരു ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് എന്ന് പറയുന്ന ടെക്നോളജി വരുന്നുണ്ട്. അത് അപ്പ് ആൻഡ് ഡൗണും വരുന്നുണ്ട്. പണ്ടത്തെ ജനറേഷനെ വെച്ച് കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ക്വിക്ക് ഷിഫ്റ്റർ കുറച്ചും കൂടി റെസ്പോൺസീവ് ആണ് പണ്ടത്തേലും. പിന്നെ ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് സസ്പെൻഷൻ ഒരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്, മഡുണ്ട് തട്ടൊന്ന് കേടാണ്ടിരിക്കും. ഇതിപ്പോൾ 390 അഡ്വഞ്ചർ X+ എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് ഓൺ റോഡ് വരുന്നത് ഒരു 4,34,000 രൂപയാണ് വരിക. പിന്നെ ഇതിൻ്റെ മേലേക്കുള്ള ടോപ്പ് വേരിയൻ്റ് പറയുന്ന S വേരിയൻറ്റ്. അതിനാകുമ്പോൾ പിന്നെ ഇതിൻ്റെ മേലേക്ക് വരുന്ന S വേരിയൻറ്റിന് വരുന്നത് ഒരു 5,18,000 രൂപയാണ് ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള S വേരിയൻറ്റിന് വരിക. ഈ വണ്ടി അപ്പോൾ എനിക്ക് തന്നത് നമ്മുടെ പുഴയ്ക്കലുള്ള പോപ്പുലർ KTM ആണ് തന്നിട്ടുള്ളത്. അവർക്കൊരു പ്രത്യേക ഓഫറും. ബാക്കിയുള്ള ഡീലേഴ്സൊക്കെ ഒരു 5 year വാറണ്ടി കൊടുക്കുമ്പോൾ പോപ്പുലർ മോട്ടോഴ്സ് എല്ലാ വണ്ടിക്കും 10 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. വേറെ എൻടയർ ഒഴികെ ബാക്കി എല്ലാ പ്രോബ്ലംസിനും അവർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ 390ലും 250ലൊക്കെ വരുന്ന സെയിം റൈഡ് ബൈ വയർ ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് 390 X+ എന്നുള്ള വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 181 കിലോഗ്രാമാണ് വരുന്നത്. ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള S വേരിയൻ്റ് ആകുമ്പോൾ അതൊരു 182 വരും. ഒരു 1 kg ഡിഫറൻസ് ഉള്ളൂ. ഫ്രണ്ട് ഡിസ്ക് സൈസ് ഒരു 320 ആണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കാൻ വെച്ചാൽ അതുപോലെ ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ വരുന്നത് ഒരു 240 ആണ് വരുന്നത്. പിന്നെ ചാർജിങ് പോർട്ട് ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട്.